നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മെയ് 14 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണിത്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷഫലങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം പ്രതീക്ഷിക്കാം. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കാണുന്നു. നല്ല സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കാനും സാമ്പത്തിക ലാഭം ഉണ്ടാകാനും സാഹചര്യമൊരുങ്ങും. ദാമ്പത്യ ഐക്യത്തോടൊപ്പം പ്രശസ്തിയും കൈവരും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണിത്. തൊഴിൽ രംഗത്ത് മികച്ച വിജയവും സാമ്പത്തികമായ ഉന്നതിയും കൈവരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും ദാമ്പത്യ ഐക്യവും നിലനിൽക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. അമിതമായ ജോലിഭാരം കാരണം ശരീരക്ഷീണം അനുഭവപ്പെടാൻ ഇടയുണ്ട്. അതിനാൽ വിശ്രമത്തിന് പ്രാധാന്യം നൽകുക. സാമ്പത്തിക നഷ്ടങ്ങൾക്കോ അപ്രതീക്ഷിത അപമാനങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. മൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ഓരോ ചുവടിലും അതീവ ജാഗ്രത പുലർത്തേണ്ട ദിവസമാണിത്. അധ്വാനത്തിന് തക്കതായ ഫലം ലഭിക്കാതെ വരുന്നതിൽ ചെറിയ മനോവിഷമം തോന്നിയേക്കാം. വിദ്യാഭ്യാസ തടസ്സങ്ങൾക്കോ കുടുംബത്തിൽ അകൽച്ചയ്ക്കോ സാധ്യതയുള്ളതിനാൽ ആത്മനിയന്ത്രണം പാലിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ജീവിതത്തിലേക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ സൗഹൃദങ്ങൾ കടന്നുവരും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ഭവനത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം നിലനിൽക്കുന്ന അനുകൂലമായ ദിനമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വസ്തുലാഭവും പ്രശസ്തിയും തേടിയെത്തുന്ന ദിവസമാണിത്. ശത്രുക്കളുടെ ശല്യം കുറയുന്നത് വഴി ആശ്വാസം ലഭിക്കും. സന്താനങ്ങൾ മൂലം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അധികാരപ്രാപ്തിയുള്ള ഉന്നത ജോലി ലഭിക്കാനും ധനലാഭത്തിനും ഇന്ന് സാഹചര്യങ്ങൾ ഉണ്ടാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ക്ലേശകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുമായി വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ചെറിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മാനസികമായ പിരിമുറുക്കമോ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളോ അലട്ടാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക ലാഭവും മനസുഖവും അനുഭവപ്പെടുന്ന ശുഭദിനമാണിത്. വിവാഹാലോചനകളിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിലെ മുൻപത്തെ പിണക്കങ്ങൾ മാറി എല്ലാവരും ഒത്തൊരുമയോടെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ആരോഗ്യവും ശരീര സൗഖ്യവും വർദ്ധിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുമായോ ബന്ധുക്കളുമായോ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണ ക്രമീകരണങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഓരോ നീക്കത്തിലും സംയമനം പാലിക്കുന്നത് ഗുണകരമാകും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദീർഘനാളായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കങ്ങൾ അനുകൂലമായ പരിഹാരം കാണാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് മികച്ച പുരോഗതിയും ധനലാഭവും കൈവരും. ഭവനത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാഹചര്യം ഒരുങ്ങുന്ന ദിവസമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.